2024 ഏപ്രിൽ 18 വ്യാഴം. ഇന്ന് 1199 മേടം 5. വാർത്തകൾ വായിക്കുന്നത് ജി രവി. മഴക്കെടുതി, കോടികളുടെ നഷ്ടം. UAE-യിൽ മാനം തെളിയുന്നു. ഒറ്റ മഴയിൽ മുങ്ങി ഗൾഫ്. ഒരു വർഷം ലഭിക്കേണ്ട മഴ ഒറ്റ ദിവസം കൊണ്ട് പെയ്തു. ജീവിതം സാധാരണ നിലയിലാക്കാൻ തീവ്ര ശ്രമം. ഒരു ദിവസത്തെ മഴയ്ക്ക് ശേഷം UAE-യിൽ മാനം തെളിഞ്ഞെങ്കിലും മഴക്കെടുതികൾ തുടരുന്നു. ഒരു സ്വദേശിക്ക് ജീവൻ നഷ്ടപ്പെട്ടു. ഒമാനിലും സൗദിയിലും മഴ കനത്ത നാശം വിതച്ചു. ഒമാനിൽ ഒരു മലയാളി അടക്കം 18 പേർക്കാണ് ജീവൻ നഷ്ടപ്പെട്ടത്. ഇതിൽ 10 പേർ സ്കൂൾ കുട്ടികളാണ്. സൗദിയുടെ വിവിധ ഭാഗങ്ങളിൽ മഴ തുടരുകയാണ്. ഒരു വർഷം പെയ്യേണ്ട മഴയാണ് ചൊവ്വാഴ്ച മാത്രം UAE-യിൽ പെയ്തിറങ്ങിയത്. 24 മണിക്കൂറിൽ 254 മില്ലിമീറ്റർ. 75 വർഷത്തിനിടെ രാജ്യം കണ്ട ഏറ്റവും വലിയ മഴ. 200 മില്ലിമീറ്ററാണ് ഒരു വർഷം സാധാരണ ലഭിക്കാറുള്ളത്. 10,000-കണക്കിന് വാഹനങ്ങൾ വെള്ളം കയറി നശിച്ചു. റോഡുകളിലെ വെള്ളക്കെട്ട് മാറാത്തതിനാൽ ഓഫീസുകൾക്ക് വർക്ക് ഫ്രം ഹോമും സ്കൂളുകൾക്ക് ഓൺലൈൻ ക്ലാസുകളും അനുവദിച്ചു. എമിറേറ്റുകളെ ബന്ധിപ്പിക്കുന്ന ബസ് സർവീസ് പൂർണ്ണമായി നിർത്തിവെച്ചു. മലയാളികളുടെ ഉടമസ്ഥതയിലുള്ള ചില ഫാമുകൾ വെള്ളത്തിലായി. ആയിരക്കണക്കിന് വളർത്തുമൃഗങ്ങൾക്ക് ജീവൻ നഷ്ടപ്പെട്ടു. റോഡിലെ വെള്ളക്കെട്ട് നീക്കാൻ വലിയ പമ്പുകൾ ഉപയോഗിച്ച് വെള്ളം ടാങ്കറുകളിൽ ശേഖരിച്ച് മറ്റു സ്ഥലങ്ങളിലേക്ക് മാറ്റുന്നത് 24 മണിക്കൂറും തുടരുന്നു. ചൊവ്വാഴ്ച നിർത്തിവെച്ച വിമാന സർവീസുകൾ ഇന്നലെ ഉച്ചയ്ക്ക് ശേഷമാണ് പുനരാരംഭിച്ചത്. പെയ്ത്തുവെള്ളം ഒഴുകിപ്പോകുന്നതിനുള്ള സൗകര്യം ഗൾഫ് രാജ്യങ്ങളിൽ കുറവാണ്. സമുദ്രനിരപ്പിനോട് ചേർന്ന് കിടക്കുന്നതിനാൽ വലിയ ആഴത്തിൽ വെള്ളം ഒഴുക്കിവിടാൻ സാധിക്കില്ല. ഇത്തവണ മരുഭൂമിയിലെ ഉയർന്ന പ്രദേശങ്ങൾ പോലും വെള്ളത്തിലായത് രക്ഷാപ്രവർത്തനം വൈകിപ്പിച്ചു. അടുത്ത 5 ദിവസത്തേക്ക് മഴയ്ക്ക് സാധ്യതയില്ലെന്നാണ് അറിയിപ്പ്. ഇന്നു മുതൽ താപനില വർദ്ധിക്കും. കേരളത്തിൽ നിന്ന് UAE-യിലേക്കും തിരിച്ചുമുള്ള ഒട്ടേറെ വിമാന സർവീസുകൾ റദ്ദാക്കി. കൊച്ചി രാജ്യാന്തര വിമാനത്താവളത്തിൽ ടിക്കറ്റ് റദ്ദാക്കി പണം മടക്കി നൽകണമെന്ന് യാത്രക്കാരിൽ ചിലർ ആവശ്യപ്പെട്ടത് സംഘർഷത്തിലെത്തി. റദ്ദാക്കിയ സർവീസുകളുടെ എണ്ണം: തിരുവനന്തപുരം വിമാനത്താവളം 4, കൊച്ചി 12, കോഴിക്കോട് 7, കണ്ണൂർ 8. എൽനിനോ പിൻവാങ്ങി, പസഫിക് തണുത്തു. ഇനി ലാനിനയ്ക്ക് സാധ്യത. ലോക കാലാവസ്ഥയിലെ അവ്യക്തത മാറാൻ ജൂൺ വരെ കാത്തിരിക്കണമെന്ന് ശാസ്ത്രജ്ഞർ. ആഗോള താപനില കുത്തനെ കൂട്ടി ലോകത്തെ പൊള്ളിച്ചതിന് കാരണമായ എൽനിനോ പ്രതിഭാസം പിൻവാങ്ങിയതായി ഓസ്ട്രേലിയൻ ബ്യൂറോ ഓഫ് മെറ്റീരിയോളജി സ്ഥിരീകരിച്ചു. കഴിഞ്ഞ ഒരാഴ്ച കൊണ്ട് ഭൂമധ്യരേഖാ പ്രദേശത്ത് പസഫിക് സമുദ്രം തണുത്തു. പസഫിക്കിൻ്റെ ഉപരിതലം ചൂടുപിടിപ്പിച്ച് കഴിഞ്ഞ ജൂണിലായിരുന്നു എൽനിനോയുടെ തുടക്കം. ഡിസംബറിൽ താപനില ഏറ്റവും ഉയർന്ന നിലയിലെത്തി. ലോകമാകെ കാലാവസ്ഥ തകിടം മറിച്ച എൽനിനോ പിൻവാങ്ങുന്നതോടെ ഇനി എന്തെന്ന ആശങ്കയുണ്ട്. കാലാവസ്ഥാ മാറ്റത്തിൻ്റെ തോതും സ്വഭാവവും മനസ്സിലാക്കാൻ ഇനിയുള്ള മാസങ്ങൾ ചൂണ്ടുപലകയാകും. എൽനിനോയ്ക്ക് നേർ വിപരീതമായി പസഫിക്കിനെ തണുപ്പിക്കുന്ന ലാനിന ജൂൺ ഓഗസ്റ്റ് കാലത്ത് രൂപപ്പെടാൻ 60% സാധ്യതയുണ്ടെന്ന് US ശാസ്ത്രജ്ഞർ ഈയിടെ വ്യക്തമാക്കിയിരുന്നു. എന്നാൽ കാലാവസ്ഥയെ ഇത് എങ്ങനെ ബാധിക്കുമെന്ന കാര്യത്തിൽ അവ്യക്തതയുണ്ടെന്ന് ഓസ്ട്രേലിയൻ ശാസ്ത്ര സംഘം പറയുന്നു. ആദ്യ വോട്ട് നാളെ. ലോക്സഭാ തിരഞ്ഞെടുപ്പിൻ്റെ ആദ്യഘട്ടം നാളെ. 16 സംസ്ഥാനങ്ങളിലും 5 കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമായി 102 മണ്ഡലങ്ങളിലാണ് പോളിംഗ്. തമിഴ്നാട്ടിലെ എല്ലാ മണ്ഡലങ്ങളിലും ലക്ഷദ്വീപ്, പുതുച്ചേരി മണ്ഡലങ്ങളിലും നാളെയാണ് വോട്ടെടുപ്പ്. കേന്ദ്രമന്ത്രിമാരായ നിതിൻ ഗഡ്കരി, ഭൂപേന്ദ്ര യാദവ്, അർജുൻ റാം മേഘ്വാൾ, സർബാനന്ദ സോനോവാൾ തുടങ്ങി ഒട്ടേറെ പ്രമുഖർ ആദ്യഘട്ടത്തിൽ ജനവിധി തേടുന്നു. രണ്ടാം ഘട്ടത്തിൽ 26-നാണ് കേരളത്തിലെ വോട്ടെടുപ്പ്. വോട്ടെണ്ണൽ ജൂൺ 4-ന്. ഇറാന് തിരിച്ചടി നൽകുമെന്ന് ഇസ്രായേൽ. ഗാസ വെടിനിർത്തൽ ചർച്ച പാളുന്നു. ഇറാനോട് പ്രതികാരത്തിന് ഇസ്രായേൽ തീരുമാനമെടുത്തതായി ബ്രിട്ടീഷ് വിദേശകാര്യമന്ത്രി. ഗാസയിൽ ഇസ്രായേൽ ആക്രമണം രൂക്ഷമായി തുടരുന്നതിനിടെ ഈജിപ്തിലെ കൈറോയിൽ വെടിനിർത്തൽ ചർച്ചകൾ പാളുന്നതായി സൂചന. ചർച്ചയിൽ പുരോഗതിയില്ലെന്നും ഗാസ യുദ്ധം ആ മേഖല മുഴുവൻ വ്യാപിക്കുന്നതിനെ കരുതിയിരിക്കണമെന്നും ഖത്തർ പ്രധാനമന്ത്രിയും വിദേശകാര്യമന്ത്രിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൾ റഹ്മാൻ അൽത്താനി പറഞ്ഞു. സിറിയയിലെ നയതന്ത്ര കാര്യാലയം ആക്രമിച്ച ഇസ്രായേലിന് ഇറാൻ തിരിച്ചടി നൽകിയതും അതിന് പകരം വീട്ടുമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹു പ്രഖ്യാപിച്ചതും മേഖലയിലെ സംഘർഷാവസ്ഥ വീണ്ടും രൂക്ഷമാക്കിയിരിക്കുകയാണ്. ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്നുള്ള ചെറിയ പ്രകോപനത്തിന് പോലും ഉഗ്രമായ മറുപടി നൽകുമെന്ന് ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റെയ്സി ടെഹ്റാനിലെ സൈനിക പരേഡ് ചടങ്ങിൽ പ്രഖ്യാപിച്ചു. ഇറാനോട് പ്രതികാരത്തിന് ഇസ്രായേൽ തീരുമാനമെടുത്തു കഴിഞ്ഞെന്ന് ബ്രിട്ടീഷ് വിദേശകാര്യമന്ത്രി ഡേവിഡ് കാമറൂൺ ജെറുസലേമിൽ പറഞ്ഞു.
ഖത്തറിലെത്തിയ തുർക്കി വിദേശകാര്യമന്ത്രി ഹക്കൻ ഫിദാൻ ഹമാസ് നേതാവ് ഇസ്മായിൽ ഹനിയയുമായി ചർച്ച നടത്തി. ഗാസയിലേക്കുള്ള സഹായ വിതരണം, ബന്ദി കൈമാറ്റം, വെടിനിർത്തൽ സാധ്യതകൾ എന്നിവയാണ് ചർച്ചയായത്. ഹനിയ അടുത്ത ദിവസങ്ങളിൽ തുർക്കി സന്ദർശിക്കും. ഹമാസ് നേതാവുമായി ചർച്ച നടത്തുമെന്ന് തുർക്കി പ്രസിഡന്റ് തയ്യിബ് എർദോഗൻ പാർലമെന്റിൽ പറഞ്ഞു. ഇതിനിടെ അഭയാർത്ഥികളെ കൊണ്ടു നിറഞ്ഞ ഗാസയുടെ തെക്കേയറ്റത്തുള്ള റഫ നഗരത്തിൽ ഇസ്രായേൽ ആക്രമണ ഭീഷണി ശക്തമായി. യുദ്ധത്തിനു മുൻപ് 2.25 ലക്ഷം പേർ താമസിച്ചിരുന്ന റഫയിൽ ഇപ്പോഴുള്ളത് 15 ലക്ഷം പേരാണ്. ഗാസയിലെ ഫെർട്ടിലിറ്റി ക്ലിനിക്കിലുണ്ടായ ഇസ്രായേൽ ഷെല്ലാക്രമണത്തിൽ ശീതീകരിച്ച് സൂക്ഷിച്ചിരുന്ന 5000-ലേറെ ഭ്രൂണങ്ങൾ നശിപ്പിച്ചതായി റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്തു. അൽ ബാസ്മ IVF കേന്ദ്രത്തിൽ കഴിഞ്ഞ ഡിസംബറിലുണ്ടായ ആക്രമണത്തിൻ്റെ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഗാസയിൽ ഇന്നലെ മാത്രം 56 പലസ്തീൻകാർ ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു. കഴിഞ്ഞ ഒക്ടോബർ 7 യുദ്ധം ആരംഭിച്ചതു മുതൽ ഇതുവരെ മരണം 33,899. തെക്കൻ ലെബനനിൽ ഇന്നലെ വ്യാപകമായി ഇസ്രായേൽ ആക്രമണം നടത്തി. വടക്കൻ ഇസ്രായേലിലെ അറബ് കുൽ അറംഷെ ഗ്രാമത്തിൽ ഹിസ്ബുല്ല നടത്തിയ വ്യോമാക്രമണത്തിൽ 13 പേർക്ക് പരിക്കേറ്റു. DD ന്യൂസിന് നിറമാറ്റം. പ്രസാർ ഭാരതിയുടെ കീഴിലുള്ള ദേശീയ വാർത്താ ചാനൽ DD ന്യൂസിൻ്റെ ലോഗോ ഇനി കാവി നിറത്തിൽ. രാജ്യമെങ്ങും ജനങ്ങൾ കണ്ടു പരിചയിച്ച ചുവപ്പ് നിറത്തിലുള്ള ലോഗോ മാറ്റിയാണ് കാവി നിറത്തിലുള്ള ലോഗോ അവതരിപ്പിക്കുന്നത്. ഹിന്ദിയിലുള്ള ന്യൂസ് എന്ന എഴുത്തും കാവി നിറത്തിലാണ്. അത്യാധുനിക സൗകര്യങ്ങളോട് കൂടിയ സ്റ്റുഡിയോ സംവിധാനവും പുതിയ വെബ്സൈറ്റും അവതരിപ്പിച്ചതിനൊപ്പമാണ് ലോഗോയിലെ മാറ്റങ്ങളും. മൂല്യങ്ങൾ പഴയതു തന്നെയെങ്കിലും പുതിയ രൂപത്തിൽ ഞങ്ങളെ കാണാം. ഇതുവരെ കാണാത്ത വാർത്താ യാത്രയ്ക്ക് തയ്യാറെടുക്കൂ എന്ന അടിക്കുറിപ്പോടെയാണ് പുതിയ ചാനൽ രൂപം സമൂഹ മാധ്യമങ്ങളിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. സമൂഹ മാധ്യമങ്ങളിലെയും യൂട്യൂബിലെയും പേജുകളിലും മാറ്റം വരുത്തിയിട്ടുണ്ട്. അതിജീവിതയുടെ സഹനം അചിന്ത്യമെന്ന് ഹൈക്കോടതി. എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി അന്വേഷണത്തിലെ സാക്ഷിമൊഴികളുടെ പകർപ്പ് അതിജീവിതയ്ക്ക് നൽകാനുള്ള ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് നിർദ്ദേശം നിയമപരമായി ശരിയാണെന്നും നിലനിൽക്കുന്നതാണെന്നും ഡിവിഷൻ ബെഞ്ച് വ്യക്തമാക്കി. സിംഗിൾ ബെഞ്ച് നിർദ്ദേശത്തിനെതിരെ നടൻ ദിലീപ് നൽകിയ അപ്പീൽ തള്ളിയാണ് ജസ്റ്റിസ് N നഗരേഷ്, ജസ്റ്റിസ് PM മനോജ് എന്നിവരുൾപ്പെട്ട ഡിവിഷൻ ബെഞ്ച് ഇക്കാര്യം പറഞ്ഞത്. അതിജീവിത നേരിട്ട വൈകാരികവും മാനസികവുമായ സഹനം ചിന്തയ്ക്കും അപ്പുറമാണെന്നും കോടതി പറഞ്ഞു. നടിയെ ആക്രമിച്ചതിൻ്റെ ദൃശ്യങ്ങൾ ഉൾപ്പെട്ട മെമ്മറി കാർഡ് കോടതിയിലിരിക്കെ അനധികൃതമായി പരിശോധിച്ചെന്ന പരാതിയിലാണ് ഹൈക്കോടതി നിർദ്ദേശപ്രകാരം എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി അന്വേഷണം നടത്തിയത്. പൊതു തെരഞ്ഞെടുപ്പ് സമൂഹ മാധ്യമങ്ങളിൽ 1 ലക്ഷത്തോളം പരസ്യങ്ങൾ. ഓൺലൈൻ പെട്ടിയിൽ 46.4 കോടി രൂപ. സമൂഹമാധ്യമ പ്രചാരണത്തിന് കേരളത്തിലടക്കം കൂടുതൽ ചെലവിട്ടത് BJP. തിരഞ്ഞെടുപ്പ് പ്രചാരണം 1 മാസം പിന്നിടുമ്പോൾ കൂടുതൽ തുകയ്ക്ക് രാഷ്ട്രീയ പരസ്യങ്ങൾ നൽകിയ 15 ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം പേജുകളിൽ 10 എണ്ണവും BJPക്ക് അനുകൂലം. ഈ 10 പേജുകളിലായി 1 മാസത്തിനിടെ പ്രത്യക്ഷപ്പെട്ടത് 5.17 കോടി രൂപ മൂല്യമുള്ള 10,405 പരസ്യങ്ങളാണ്. യൂട്യൂബ് അടക്കമുള്ള ഗൂഗിൾ പ്ലാറ്റ്ഫോമുകളിൽ BJP നൽകിയത് 13.2 കോടിയുടെ പരസ്യങ്ങൾ. BJPയുടെ ഔദ്യോഗിക ഫേസ്ബുക്ക് പേജിൽ മാത്രം 1 മാസത്തിനിടെ 2.04 കോടി രൂപയുടെ പരസ്യം. കോൺഗ്രസിൻ്റെ ഔദ്യോഗിക പേജിൽ 2.53 കോടി രൂപയും. ആദ്യ 15 പരസ്യക്കാരിൽ കോൺഗ്രസിൻ്റെ ഔദ്യോഗിക പേജ് ഒഴികെ മറ്റു കോൺഗ്രസ് അനുകൂല പേജുകളില്ല. DMK അനുകൂലമായ 2 പേജുകൾ ചേർന്ന് 1.43 കോടിയും തൃണമൂൽ കോൺഗ്രസ് അവരുടെ ഔദ്യോഗിക പേജിൽ 72 ലക്ഷം രൂപയും പരസ്യത്തിനായി ഉപയോഗിച്ചു. കേരളത്തിൽ ആദ്യ 10-ൽ 9ഉം BJP. കേരളത്തിൽ ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം പരസ്യങ്ങൾ കൂടുതൽ നൽകിയ 10 പരസ്യക്കാരിൽ 9ഉം BJP അനുകൂല പേജുകൾ. ഇതിൽ തിരുവനന്തപുരത്തെ NDA സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖരൻ്റെ പേജാണ് രണ്ടാമത്, 8.13 ലക്ഷം. കേരളത്തിലെ പരസ്യത്തിനായി BJPയുടെ ഔദ്യോഗിക പേജ് ചെലവഴിച്ചത് 9.76 ലക്ഷം രൂപ. കേട്ടിട്ട് ഓൺലൈൻ അപേക്ഷ 26 വരെ, പരീക്ഷകൾ 4 കാറ്റഗറികളിൽ. കേരള പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ അംഗീകാരത്തോടെ പ്രവർത്തിക്കുന്ന സ്കൂളുകളിലെ അധ്യാപകരാകാൻ യോഗ്യത നിർണ്ണയിക്കുന്ന കേട്ടിട്ട്, അതായത് കേരള ടീച്ചർ എലിജിബിലിറ്റി ടെസ്റ്റ്, കേരള പരീക്ഷാ ഭവൻ നടത്തും. നാഷണൽ കൗൺസിൽ ഫോർ ടീച്ചർ എഡ്യൂക്കേഷൻ്റെ മാനദണ്ഡങ്ങൾ അനുസരിച്ചായിരിക്കും പരീക്ഷ. 4 കാറ്റഗറികളിൽ പരീക്ഷയുണ്ട്. 1 ലോവർ പ്രൈമറി, 2 അപ്പർ പ്രൈമറി, 3 ഹൈസ്കൂൾ, 4 UP തലം വരെയുള്ള ഭാഷാധ്യാപകർ.
എത്ര വിഭാഗങ്ങളിലെ പരീക്ഷകൾ എഴുതാനും ഒരപേക്ഷ മതിയാകും. പക്ഷേ ഓരോ വിഭാഗത്തിലേക്കും 500 രൂപ പരീക്ഷാ ഫീസ് അടയ്ക്കണം. പട്ടിക ഭിന്നശേഷി വിഭാഗക്കാർ 250 രൂപ. ഓരോ കാറ്റഗറിയിലെയും അപേക്ഷകർക്ക് വേണ്ട മിനിമം യോഗ്യതയുടെ വിശദാംശങ്ങൾ വിജ്ഞാപനത്തിലുണ്ട്. 1, 2, 4 കാറ്റഗറികളിലെ ഭാഷകളൊഴികെ വിഷയങ്ങളിലെ ചോദ്യങ്ങൾ ഇംഗ്ലീഷിലും മലയാളത്തിലും ഉണ്ടായിരിക്കും. 3-ാം കാറ്റഗറിയിൽ ഭാഷകളൊഴികെ വിഷയങ്ങളിലെ ചോദ്യങ്ങൾ ഇംഗ്ലീഷിൽ മാത്രം. ശുഭദിനം. നന്ദി.